ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും പനി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും സുഖമായിട്ടിരിക്കുന്നല്ലേ പറയാറ്, പക്ഷേ ഇന്നലെ രാത്രി തൊട്ട് എനിക്ക് തീരെ പറ്റാണ്ടായി തുടങ്ങി. അപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കാലത്തൊട്ട് അങ്ങനെ കിടന്നു. ഒന്നിനും പറ്റണില്ല, ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഈ നേരമൊക്കെ ആയപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയമായപ്പോൾ ഒരു സമാധാനക്കുറവ്. അതായത് നമ്മുടെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കണമൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഞാനെന്നൊരു സിമ്പിൾ പാക്ക് പറയാമെന്ന് വിചാരിച്ചു. സിമ്പിൾ പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എനിക്കൊന്നും ചെയ്യാനായിട്ട് വയ്യ. അത് തുമ്മി എൻ്റെ ഉപ്പാടിളകിയിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് നല്ല പെയിനൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോഴത്തെ പനിയൊക്കെ അറിയാമല്ലോ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ വരുന്ന ഡാർക്ക് കളർ പോകാനായിട്ടുള്ള പാക്കാണ്. അതെന്ത് ചെയ്തിട്ടും മാറണില്ല, എങ്ങനെ നോക്കിയിട്ടും മാറണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വളരെ വല്ലാണ്ട് ഡാർക്കിന്ന് ഇപ്പോൾ കുറഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അത് നമ്മുടെ ഡെയിലിയുള്ള പാക്ക് മസാജിലൊക്കെ ആണ് ഒരുവിധം കുറഞ്ഞു പോയിട്ടുള്ളത്. എൻ്റെ ഈ കണ്ണിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ ഭാഗത്താണ്. എൻ്റെ ഈ കണ്ണിനാണ് പ്രശ്നം. അതിൻ്റെ അവിടെ ഒരു വിറുമതിയും കണ്ടു. ഇതിൽ കണ്ണിന് അത്രയ്ക്ക് വിറുമതിയില്ല. അങ്ങനെ ചെറിയ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ചെറിയ പോരായ്മകളൊക്കെ. അത് നമ്മൾ അംഗീകരിച്ചിട്ട് ഇനിയേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റണ ഒരു പാക്കാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞൊരു ഉരുളൻകിഴങ്ങാണ്. അതിൻ്റെ പകുതി നീരെടുത്ത് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീരെടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ മൊത്തത്തിലുള്ള കുറച്ച് നീരേ വേണ്ടു. അതിലോട്ട് നമ്മൾ നൈസായിട്ടുള്ള കാപ്പിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ല പോലെ മാറ്റം വരുന്ന ഒരു പാക്കാണ് കേട്ടോ. ഇത് വല്ലാണ്ട് കട്ടിക്കൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഒരു പരിവം. പിന്നെ നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടാൽ കണ്ണുമ്പോൾ നീറോ അങ്ങനെ. അപ്പോൾ നമ്മളൊരു നുള്ളേ ചേർക്കണുള്ളൂ. നമ്മൾ ഒരു പൊടിക്ക് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. മെയിനായിട്ട് ഇതിൽ ഉരുളൻകിഴങ്ങ് കാപ്പിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത്. അങ്ങനെ ഇതും കൂടി നല്ല പോലെ മിക്സ് ചെയ്യാം. കാലത്ത് ഉച്ചയ്ക്കൊക്കെ വിറച്ച് കിടന്നിരുന്നതാണ്. ഇപ്പോൾ ഞാൻ മരുന്നൊക്കെ കഴിച്ചപ്പോൾ അതേ വിശർത്ത് ഒഴുകുക ചെയ്യണത്. പനി കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അതാണല്ലോ അതിൻ്റെ ഒരു പതിവ്. വൈകുന്നേരമാണ് നമുക്ക് കുറേ ബുദ്ധിമുട്ട്. ചുമച്ചിട്ട് ഇനി ഉറങ്ങാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മൾ നൈസായിട്ട്, അതായത് കട്ടിക്കല്ല, കട്ടിയിലാകുമ്പോൾ നമുക്ക് അവിടെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നൈസായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഒലിച്ചൊന്നും പോവില്ല കേട്ടോ. ഇനി വല്ലാണ്ട് ഉരുളക്കിഴങ്ങ് നീര് കൂടുതലായി എന്ന് വിചാരിക്കും, നമ്മളപ്പോൾ പാകത്തിന് എടുത്താൽ മതി. നിങ്ങൾ ആദ്യം പിഴിഞ്ഞ് വെച്ചിട്ട് പാകത്തിനെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഈ ബാക്കി വന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ നമുക്ക് ഡെയിലി ഇതാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അപ്പോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിട്ട് ഒരു 10-25 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കഴുകി കളയാം. ഇനിയിപ്പോൾ അത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഇട്ടിട്ട് കിടക്കണോണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ നമ്മളൊന്ന് മസാജ് കൊടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് നൈസായിട്ടുള്ള പൊടികൾ ചെയ്യാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് മുഖത്തേക്ക് ആയതുകൊണ്ട് ഒരു ദോഷം ചെയ്യണതല്ല കേട്ടോ. നല്ലൊരു പാക്ക് തന്നെയാണിത്. കണ്ണിന് മാത്രമല്ല, നമുക്ക് മുഖത്തേക്ക് ആയതുകൊണ്ട് വേറെ വിഷമങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ കറുപ്പ് നിറം പോകാനുള്ളതാണ്. ഇത് പല അസുഖങ്ങൾ കൊണ്ടും അലർജി കൊണ്ട് പല അസുഖങ്ങൾ കൊണ്ടൊക്കെ വരും കേട്ടോ. നമുക്ക് ഇതുകൊണ്ട് മാത്രമൊന്നുമല്ല, മൊബൈൽ നോക്കിയിട്ടും ഉറക്കൊളച്ചിട്ട് മാത്രം വരണതല്ല. കണ്ണിൻ്റെ എന്ത് പ്രശ്നത്തിന് നമുക്ക് കണ്ണാണ് മെയിനായിട്ട് എടുത്ത് കാണിക്കുക. കണ്ണിനാണ് നമുക്കൊരു ക്ഷീണം വന്നാൽ നമുക്ക് ആദ്യം കാണിക്കുന്നത് നമ്മുടെ കണ്ണിനാണ്. അപ്പോൾ ആ ഒരു ഇത് നല്ലപോലെ കാണിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കിത് മാറ്റിയെടുക്കാനൊക്കെ പലതും നമ്മളെ മുഖത്തുണ്ടാവുന്ന പല അസുഖങ്ങളും നമ്മൾ മാറ്റിയെടുക്കണില്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് കണ്ണിൻ്റെ ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ. ബാക്കി ഉണ്ടെന്ന് വെച്ചാൽ മുഖത്തിട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലത് തന്നെയാണ്. അപ്പോൾ അവിടെ കിടക്കട്ടെ. ഇപ്പോൾ കണ്ണുമ്പോൾ മാത്രം ഇടാൻ പാടുന്നൊന്നുമില്ല. പിന്നെ ഇനി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ഈ കിഴങ്ങ് നമ്മൾ കിടക്കുമ്പോൾ ഉച്ചയ്ക്കൊക്കെ നമ്മൾ കിടക്കില്ലേ, അപ്പോൾ അതിങ്ങനെ ഓവൽ ഷേപ്പിൽ വെട്ടിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ 2 സൈഡിലും വെച്ച് കൊടുക്കുക. അതായത് ഇങ്ങനെ വെച്ച് കിടന്നുറങ്ങുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാർക്ക്നെസ് കിഴങ്ങ് വലിച്ചെടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും.
ഒന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ കുക്കുംബർ ഉണ്ടെങ്കിൽ അത് വട്ടനെ എരിഞ്ഞിട്ട് അത് കണ്ണുമ്മ വെച്ച് കൊടുക്കുക. അതൊക്കെ കണ്ണിന് തണുപ്പ് കിട്ടുന്ന സാധനങ്ങളാണ്. അത് ഇത്തിരി നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഗുണം കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കണ്ണിൻ്റെ ഡാർക്ക്നെസ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ അപ്പോൾ ഇന്നത്തെ കണ്ണിൻ്റെ പാക്ക് കഴിഞ്ഞു. പിന്നെ ഞാൻ ആ സ്കിന്നിൻ്റെ ഇങ്ങനെ തൂങ്ങി വരണേനുള്ളത് പാക്ക് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇടേണ്ട സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുടെ സ്കിന്നിന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട്, പിന്നെ എനിക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ടും ഞാനത് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ അരിപ്പൊടിയുടെ പാക്കിലത്തെ അവസാനത്തെയാണ്. അതിനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി കുറച്ചെടുക്കുക, മുട്ടയുടെ വെള്ളം നല്ലപോലെ ഇത്തിരി ലൂസിൽ മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് അരിപ്പൊടിയും ഇതും കൂടി ആകുമ്പോൾ നമ്മുടെ മുഖത്ത് വലിച്ചിൽ വരുമെന്നുള്ളത്. നമ്മൾ സ്കിന്ന് ടൈറ്റ് ആവാനായിട്ട് ചെയ്യുമ്പോൾ ഈ പൊടിയുടെ മിക്സിങ് കൊണ്ട് നമുക്ക് ടൈറ്റ് വരുമെന്നുള്ളത് തോന്നും. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു പാക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും, ഇല്ലെങ്കിൽ ഗ്ലിസറിനും നമ്മുടെ അലോവേര ജെല്ലും, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് മസാജ് കൊടുക്കുക. അപ്പോൾ ആദ്യം പാക്ക് ഇട്ടതിന് ശേഷം ആ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലിസറിൻ അലോവേര അല്ലെങ്കിൽ ഗ്ലിസറിൻ റോസ് വാട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തൂങ്ങി നിൽക്കണ സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആവുകയും ചെയ്യും. മസാജിലൂടെ നമുക്ക് നമ്മുടെ എന്താ പറയുക, ആ തൂങ്ങലും കാര്യങ്ങളൊക്കെ മാറി അടിപൊളിയാവും. ആ ചുളിച്ചിൽ മാറാനൊക്കെ ആയിട്ടാണ് നമ്മൾ മുട്ടയുടെ വെള്ളി അരിപ്പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കുന്ന മസാജിൽ നമുക്ക് സ്കിന്നൊക്കെ അടിപൊളിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ. ഞാനത് ചെയ്ത് കാണിച്ചില്ല എന്നേ ഉള്ളൂ, പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയുടെ പാക്ക് കംപ്ലീറ്റ് അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കണ്ണിൻ്റെ അടിയിലത്തെ പാക്ക് ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും എനിക്കതിൻ്റെ കമൻറ്റിൽ വന്ന് പറയണം കേട്ടോ, നിങ്ങൾക്ക് മാറ്റം കിട്ടിയോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ചെയ്യണതാണ്. പിന്നെ ഈ ഒരു സാധനം ഞാൻ എപ്പോഴും വെച്ച് കൊടുക്കുന്നതാണ്. നമുക്ക് തണുവിന് വേണ്ടിയിട്ട് ഇത് എപ്പോഴും ഈ രീതിയിൽ വട്ടന അരിഞ്ഞിട്ട് കനം കുറഞ്ഞിട്ട് കേട്ടോ, കനം കുറച്ച് അരിഞ്ഞിട്ട് വെച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ കാപ്പിപ്പൊടിയുടെ ഇത് കൺമിട്ടിട്ട് ചെറുതായിട്ട് രീതിയിൽ ഇങ്ങനെ ഓവൽ ഷേപ്പിലൊക്കെ മസാജ് കൊടുക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. അധികം തിരുമ്പി ഇതാക്കണ്ട, പതുക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി ആ പാക്ക് ഇട്ടിട്ട് വലിഞ്ഞിട്ട് കഴുകി കളയാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.